നമ്മളിന്ന് ചക്കയുടെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടയാണ്. അതിന് നമ്മൾ ആദ്യം ചക്കപ്പഴം നന്നായിട്ട് അടത്തി കുരുവെല്ലാം കളഞ്ഞ് നമ്മൾ മിക്സിയിൽ അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്തതിന് ശേഷം ഒരു പാൻ നമ്മൾ അടുപ്പിൽ വയ്ക്കുക. പാനിൽ നെയ്യ് ഒഴിച്ച് കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്ത് അതിലിട്ട് നന്നായിട്ടൊന്ന് വറക്കുക. ഒരു ബ്രൗൺ കളറാകുന്ന വരെ തേങ്ങാക്കൊത്ത് നന്നായിട്ട് വറക്കണേ. എന്നിട്ട് അത് മാറ്റി വെക്കുക. എന്നിട്ട് വേറെ ഒരു പാത്രത്തിൽ നമ്മൾ ശർക്കര ഉരുക്കാൻ വെക്കുക. നമ്മൾ എടുക്കുന്ന ചക്കയ്ക്കനുസരിച്ച് വേണം ശർക്കര കേട്ടോ. അത് നിങ്ങൾ എത്രയാണ് എടുക്കുന്നോ അതനുസരിച്ച് കൂട്ടിയിട്ടോണം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് അരിപ്പൊടി എടുക്കുന്ന അതിനുള്ള ശർക്കര ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഒരു പാത്രത്തിൽ ശർക്കര ഉരുക്കി ആ പാനിൽ തന്നെ നമ്മൾ അര കപ്പ് അരിപ്പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കണം. എന്നിട്ട് നമ്മൾ അതിന് ഒരു അരക്കപ്പോ തേങ്ങ കൂടുതലിട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അരക്കപ്പ് തേങ്ങ അതിലേക്കിട്ട് നന്നായി ഇളക്കുക. ഈ ഇളക്കുന്ന കൂടെ നമ്മൾ കുറച്ച് ജീരകവും ഏലക്കായും കൂടെ പൊടിച്ചിടണം അതിലേക്ക്. എന്നിട്ട് അതിന് ശേഷം ഈ തേങ്ങാക്കൊത്ത് നമ്മൾ വറുത്ത് വെച്ചില്ലേ, ആ തേങ്ങാക്കൊത്തും നെയ്യ് വറുത്തതും കൂടി അതിലേക്കിട്ട് ഒരാവശ്യത്തിന് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് ചെറിയ തീയിലെല്ലാം കൂടെ ഒന്ന് ആ പാനിലിട്ടൊന്ന് വേവിക്കുക. എന്നിട്ട് അതിങ്ങനെ നല്ല കുഴഞ്ഞ് പാനെ പിടിക്കാതെ വരും. നല്ല അടയ്ക്ക് പരുവത്തിനാകുന്ന പോലെ വരും അത്. കാരണം അതിന് നെയ്യുടെയൊക്കെ ഇതുള്ളത് കൊണ്ട്. എന്നിട്ട് നമ്മളൊരു ഇല എടുത്ത് ഇത് ആറിക്കഴിയുമ്പോൾ ഈ ചക്കയട നന്നായിട്ട് ഇലയിലേക്ക് പരത്തിയതിന് ശേഷം നമ്മൾ ഓരോരോ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഇതനുസരിക്കുകയാണെങ്കിൽ ഒരു 4 അടയ്ക്കുള്ളതുണ്ട്. നിങ്ങൾ കൂടുതൽ എടുത്താൽ കൂടുതൽ എല്ലാം ചേർത്തോണം. എന്നിട്ട് നമ്മൾ ഇലയിലേക്ക് ഇത് പരത്തിയതിന് ശേഷം മാറ്റി വയ്ക്കുക. അങ്ങനെ അത് ഒരു അപ്പച്ചമ്പിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഈ പരത്തിയ ഇട അതിലേക്കിട്ട് അപ്പച്ചമ്പ് അടച്ച് മൂടി വെക്കുക. 1/2 മണിക്കൂർ കഴിയുമ്പോൾ നല്ല ഒന്നാമതിന് ടേസ്റ്റുള്ള അട നമുക്കുണ്ടാക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ അതിൻ്റെ അട വെന്തോന്ന് നോക്കുന്നത് പതുക്കെ അതിൻ്റെ ഇല പൊളിച്ച് നോക്കണം. ഇല ഇങ്ങനെ പൊളിച്ച് മാറ്റുമ്പം ഇല പിടിക്കുന്നില്ലെങ്കിൽ അട വെന്തു. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടയാണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ. ഇത് തന്നെ വേണമെങ്കിൽ നമ്മൾ ചിലരതങ്ങനെ കുമ്പിളിലക്കകത്തൊക്കെ ഉണ്ടാക്കും. പക്ഷേ അത് കുമ്പിളായി പോകും. പക്ഷേ നമ്മളിത് ഇലക്കകത്ത് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെടുക്കുമ്പോൾ ഇലയുടെ നല്ലൊരു മണം വരും. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഏലക്കായും ജീരകവും എല്ലാം കൂടി ഇടുന്നത് കൊണ്ട് ഈ ഇലയുടെയും കൂടി ഒരു മണം നല്ല ടേസ്റ്റ് ആയിരിക്കും. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഇതിനകത്ത് കെമിക്കലൊന്നും ഇല്ലാത്തത് കൊണ്ട് കുഞ്ഞു കുട്ടികൾക്ക് പോലും ഇത് കൊടുക്കാം. പിന്നെ ഇത് ഇപ്പോൾ ഈ ചക്കയുടെ സീസൺ ആയതുകൊണ്ട് എല്ലാവരുടെയും വീട്ടിൽ കാണും. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ പിള്ളേർക്ക് 4 മണിക്കൊക്കെ ഒരു പലഹാരമായിട്ട് ഇത് കൊടുക്കാൻ പറ്റും. അല്ല ഇനി രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും നമുക്കിത് കഴിക്കാൻ പറ്റും. വളരെ രുചിയുള്ള ഒരു പലഹാരമാണ്. ഒരുപാടുമില്ല. നമുക്കൊരു 1/2 മണിക്കൂറിൻ്റെ മെനക്കേടേ ഉള്ളൂ നമുക്കിതൊന്ന് ഉണ്ടാക്കാൻ. ഈസി ആയിട്ട് നമുക്കുണ്ടാക്കാം. ചക്കപ്പഴം ഇനി നല്ലതായിട്ട് പഴുത്ത ചക്കപ്പഴമാണെങ്കിൽ വളരെ എളുപ്പമുണ്ട്. കാരണം ചിലർ ഈ ചക്കപ്പഴം അരിഞ്ഞിട്ടൊക്കെ ഉണ്ടാക്കും. പക്ഷേ ഇതിങ്ങനെ മിക്സിയിലൊന്ന് അടിച്ചിട്ടുണ്ടാക്കുന്ന ടേസ്റ്റ് നിങ്ങൾ മിക്സിയിൽ അടിച്ച് തന്നെ ഉണ്ടാക്കി നോക്കുക. ചിലർ ചക്കപ്പഴം വരിക്കച്ചക്കയാണെങ്കിൽ അത് കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടൊക്കെ അരിപ്പൊടി ഇട്ട് ഇളക്കി ഉണ്ടാക്കും. അതിലും നല്ലത് നന്നായിട്ട് ഈ നമ്മൾ മിക്സിയിലൊന്ന് അടിച്ചെടുത്തതിന് ശേഷം അടയ്ക്ക് ഉപയോഗിക്കുന്നതായിരിക്കും. ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ.
ഈ ചാനലിൽ ഇതുപോലെ സിമ്പിളായിട്ടുള്ള അപ്പം ഉണ്ടാക്കുന്നതും കറി ഉണ്ടാക്കുന്നതും ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് നേരം കിട്ടുമ്പോൾ ഒന്ന് കയറി നോക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരു ലൈക്കും അടിച്ചേക്കണേ.